നമസ്കാരം, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കും പ്രത്യേകിച്ച് മലയാളി ക്രിക്കറ്റ് പ്രേമികൾക്കും വലിയ നിരാശ സമ്മാനിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ട്വൻ്റി ടീമിൻ്റെ UK പര്യടനം അവസാനിച്ചിരിക്കുന്നത്. വെറും ആഴ്ചകളുടെ ഇടവേളയിൽ രണ്ട് പ്രധാന പരമ്പരകളാണ് പുതിയ താൽക്കാലിക ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്ക് കീഴിൽ കളിച്ച ഇന്ത്യക്ക് കൈവിടേണ്ടി വന്നത്. അതിൽ ഏറ്റവും വലിയ നാണക്കേട് ഈ രണ്ട് പരമ്പരകളിലും ഒരൊറ്റ മത്സരത്തിൽ പോലും ജയിക്കാൻ കഴിയാതെ സമ്പൂർണ്ണ തോൽവിയാണ് ടീം ഇന്ത്യ ഏറ്റുവാങ്ങിയത് എന്നതാണ്. ലോക ചാമ്പ്യന്മാരെന്ന തലക്കനത്തോടെ വിമാനം കയറിയ ഇന്ത്യൻ ടീം ഇത്രയും വലിയൊരു തിരിച്ചടിയും ദുരന്തവും സ്വപ്നത്തെ പോലും ഒരിക്കലും പ്രതീക്ഷിച്ചതുമല്ല. മലയാളി സൂപ്പർ താരവും ലോകകപ്പ് ഹീറോയുമായ സഞ്ജു സാംസണിനെ സംബന്ധിച്ച് വ്യക്തിപരമായി ഒട്ടും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത, അത്രമേൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പര്യടനം തന്നെയായിരിക്കും ഇത് എന്നതിൽ തർക്കമില്ല. കാരണം പരമ്പരയിലുടനീളം അദ്ദേഹത്തിന് അർഹിച്ചതുപോലെയുള്ള തുടർച്ചയായ അവസരങ്ങൾ ടീം മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചില്ല. ഇനി അവസരം കിട്ടിയ ചുരുക്കം കളികളിലാവട്ടെ കടുത്ത സമ്മർദ്ദം കാരണം തൻ്റെ യഥാർത്ഥ കഴിവിനൊത്ത മികച്ച പ്രകടനം പുറത്തെടുക്കാനും സഞ്ജുവിന് സാധിച്ചതുമില്ല. UK പര്യടനത്തിലെ ഈ തിരിച്ചടികൾക്ക് ശേഷം ഇന്ത്യൻ ജേഴ്സിയിൽ സഞ്ജു സാംസണിൻ്റെ അടുത്ത ഒരു തിരിച്ചുവരവിനായും അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു അഗ്രസീവ് ഇന്നിംഗ്സ് വീണ്ടും കാണുന്നതിനായും ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് ആരാധകരും മലയാളികളും ഇപ്പോൾ വലിയ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. സഞ്ജു ഇനി എന്ന് ഏത് പരമ്പരയിലൂടെയാണ് ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തുക? ഇതിൻ്റെ കൃത്യത വിവരങ്ങൾ താഴെ വിശദമായി പരിശോധിക്കാം. ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ച് ഏറ്റവും നിരാശാജനകമായ കാര്യം വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഉടനെയൊന്നും സഞ്ജു സാംസനെ ഇന്ത്യൻ ടീമിനൊപ്പം കളിക്കളത്തിൽ കാണാൻ കഴിയില്ല എന്നത് തന്നെയാണ്. അതിനായി ആരാധകർ കുറച്ചധികം കാലം തന്നെ ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും. ഇത് പറയുമ്പോൾ ഇന്ത്യൻ ടീമിന് ട്വൻ്റി ഫോർമാറ്റിൽ ഉടനെയൊന്നും അന്താരാഷ്ട്ര മത്സരങ്ങൾ ഇല്ലാത്തത് കാരണമാണെന്ന് ആരും തെറ്റിദ്ധരിക്കാൻ വരട്ടെ. ടീമിന് മത്സരങ്ങൾ ഇല്ലാത്തതല്ല ഇവിടെ പ്രധാന പ്രശ്നം, മറിച്ച് BCCI പ്രഖ്യാപിച്ച അടുത്ത പരമ്പരയ്ക്കുള്ള സ്ക്വാഡിൽ സഞ്ജു സാംസൺ ഇല്ല എന്നതാണ് യഥാർത്ഥ പ്രതിസന്ധി. ഈ മാസം 23 മുതൽ സിംബാബ്വേയിൽ വെച്ച് 3 മത്സരങ്ങളടങ്ങിയ ട്വൻ്റി പരമ്പരയിൽ ഇന്ത്യൻ ടീം കളിക്കാതെ ഒരുങ്ങുകയാണ്. ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസി തന്നെയാണ് ഈ പരമ്പരയ്ക്കുള്ള സ്ക്വാഡിനെയും BCCI ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ സഞ്ജു സാംസൺ അടക്കം UK പര്യടനത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിരുന്ന 7 പ്രധാന കളിക്കാരെ സിംബാബ്വെ പരമ്പരയിലേക്കുള്ള സ്ക്വാഡിലേക്ക് സെലക്ടർമാർ പരിഗണിച്ചിട്ടേയില്ല. UK പര്യടനം നടത്തിയ ടീമിലെ ബാറ്റിംഗ് ലൈനപ്പിനെ ഏതാണ്ട് അതേപടി തന്നെ സിംബാബ്വേയിൽ നിലനിർത്തിയപ്പോൾ അവിടെ സ്ഥാനം കിട്ടാതെ ദയനീയമായി പുറത്തുപോയ ഏക മുൻനിര ബാറ്റർ സഞ്ജു സാംസൺ മാത്രമാണ്. അജിത് അഗർക്കറിന് കീഴിലുള്ള BCCI സെലക്ഷൻ കമ്മിറ്റി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സഞ്ജുവിനെതിരെ ഇങ്ങനെ ഒരു കടുപ്പമേറിയതും വിചിത്രവുമായ തീരുമാനമെടുത്തതിന് ഇനിയും വ്യക്തതയല്ല. സിംബാബ്വെ പര്യടനത്തിലുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസനെ പൂർണ്ണമായി ഒഴിവാക്കിയ സെലക്ടർമാർ പകരം വിക്കറ്റ് കീപ്പർ ബാറ്ററായി ടീമിലേക്ക് വിളിച്ചിരിക്കുന്നത് പഞ്ചാബ് കിങ്സിന്റെ യുവതാരവും ഇതുവരെ അന്താരാഷ്ട്ര മത്സരം കളിച്ചിട്ടില്ലാത്ത അങ്ക്യാപ്പട് കളിക്കാരനുമായ പ്രഭ്സിൻ സിംഗിനെയാണ്. IPL പ്രകടനം മുൻനിർത്തിയാണ് ഈ യുവതാരത്തിന് അവസരം നൽകിയിരിക്കുന്നത്. വരുന്ന ജൂലൈ 26-ന് ഇന്ത്യയുടെ ഈ സിംബാബ്വെ പര്യടനം ഔദ്യോഗികമായി അവസാനിക്കുക. അതിനുശേഷം വരുന്ന ആഗസ്റ്റ് മാസത്തിൽ ഒരു അന്താരാഷ്ട്ര ട്വൻ്റി മത്സരത്തിൽ പോലും ഇന്ത്യൻ ടീം കളത്തിലിറങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ ആഗസ്റ്റ് മാസം മുഴുവൻ കളിക്കാർക്ക് പൂർണ്ണമായ വിശ്രമമായിരിക്കും. സിംബാബ്വെ പരമ്പരയും ആഗസ്റ്റിലെ വിശ്രമവും കഴിഞ്ഞ സെപ്റ്റംബർ 17 മുതൽ 22 വരെ ജപ്പാനിൽ വെച്ച് നടക്കുന്ന പ്രശസ്തമായ ഏഷ്യൻ ഗെയിംസിലെ ക്രിക്കറ്റ് മത്സരങ്ങളാണ് ഇന്ത്യൻ ടീമിന് അടുത്ത പ്രധാന ദൗത്യം. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ട്വൻ്റി ഫോർമാറ്റിലായിരിക്കും ഈ ഏഷ്യൻ ഗെയിംസിലെ ക്രിക്കറ്റ് പോരാട്ടങ്ങൾ അരങ്ങേറുക. നേരത്തെ തന്നെ BCCI ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ ടീമിൽ മലയാളി താരം സഞ്ജു സാംസൺ ഇടം പിടിച്ചിട്ടുണ്ട് എന്നത് മാത്രമാണ് ആരാധകർക്ക് ആശ്വസിക്കാൻ വക നൽകുന്ന ഏക വാർത്ത. ശ്രേയസ് അയ്യരെ തന്നെ നായകനാക്കി ലഭ്യമായ ഏറ്റവും ശക്തമായ സ്ക്വാഡിനെയാണ് ഏഷ്യ തുടർച്ചയായി 2ാം സ്വർണ്ണ മെഡൽ ഇന്ത്യക്ക് നേടിത്തരുന്നതിനായി BCCI നിയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലെ ഔദ്യോഗിക ഷെഡ്യൂൾ പ്രകാരം സഞ്ജു സാംസന് വീണ്ടും ഒരു ഇന്ത്യൻ ജേഴ്സി കാണണമെങ്കിൽ വരാനിരിക്കുന്ന സെപ്റ്റംബർ പകുതിയിലെ ഏഷ്യൻ ഗെയിംസ് മത്സരങ്ങൾ വരെ നമ്മൾ നിർബന്ധമായി കാത്തിരിക്കേണ്ടി വരും. ഏഷ്യൻ ഗെയിംസിന് മുമ്പായി സഞ്ജുവിനെ ടീമിൽ കാണാൻ മറ്റൊരു വഴി കൂടിയുണ്ട്. വരാനിരിക്കുന്ന സെപ്റ്റംബർ ആദ്യവാരത്തിൽ ബംഗ്ലാദേശിൽ വെച്ച് ഇന്ത്യൻ ടീം 3 ട്വൻ്റി മത്സരങ്ങളും 3 ഏകദിന മത്സരങ്ങളും അടങ്ങിയ ഒരു ചെറിയ പരമ്പര കളിച്ചേക്കുമെന്ന് ചില വിശ്വസനീയമായ ക്രിക്കറ്റ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. എന്നാൽ ഈ പരമ്പരയുടെ കാര്യത്തിൽ ഇരു രാജ്യങ്ങളിലെയും ക്രിക്കറ്റ് ബോർഡുകൾ ഇതുവരെ അന്തിമമായ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. ഒരുപക്ഷേ ഇന്ത്യയുടെ ഈ ബംഗ്ലാദേശ് ടൂർ ഔദ്യോഗികമായി യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ സഞ്ജു സാംസൺ അടുത്തതായി ഇന്ത്യൻ ജേഴ്സി കളിക്കുക ഈ പരമ്പരയിലായിരിക്കും. സെലക്ടർമാർ അദ്ദേഹത്തെ ഈ ടീമിലേക്ക് പരിഗണിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഈ പരമ്പര നടന്നില്ലെങ്കിൽ സഞ്ജുവിൻ്റെ കളി കാണാൻ പിന്നെ ഏഷ്യൻ ഗെയിംസ് വരെ ആരാധകർ കണ്ണു നട്ടിരുന്നാൽ മതിയാവും. UK പര്യടനത്തിലെ പരാജയങ്ങൾക്ക് ശേഷം സഞ്ജുവിനെ സിംബാബ്വെ ടീമിൽ നിന്ന് മാറ്റിയ സെലക്ടർമാരുടെ തീരുമാനം വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. എങ്കിലും ഏഷ്യൻ ഗെയിംസ് പോലുള്ള വലിയൊരു അന്താരാഷ്ട്ര വേദിക്കുള്ള സ്ക്വാഡിൽ സഞ്ജു ഉണ്ടെന്നത് അദ്ദേഹത്തിൻ്റെ കരിയറിന് വലിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. വരാനിരിക്കുന്ന അവസരങ്ങളിലെങ്കിലും സെലക്ടർമാരുടെ അവഗണനകൾക്ക് തൻ്റെ തനത് അഗ്രസീവ് ബാറ്റിങ്ങിലൂടെ മറുപടി നൽകാൻ സഞ്ജുവിന് സാധിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. സഞ്ജു സാംസനെ സിംബാബ്വെ പരമ്പരയിൽ നിന്ന് ഒഴിവാക്കി പ്രഭ്സിൻ സിംഗിന് അവസരം നൽകിയ സെലക്ടർമാരുടെ ഈ തീരുമാനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? വരാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ സഞ്ജുവിന് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കുമോ? നിങ്ങളുടെ സ്വാഭാവികമായ അഭിപ്രായങ്ങൾ താഴെ പങ്കുവെക്കാവുന്നതാണ്.
കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കും തത്സമയ വിലയിരുത്തലുകൾക്കുമായി സ്പോർട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്